സച്ചിൻ്റെ ഏവരും ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ദേവു അരുണിൻ്റെ വീട്ടിൽ വന്നേക്കാണ്, നമ്മുടെ പോലീസുകാരൻ്റെ വീട്ടിൽ വന്നേക്കാണ്. അപ്പം വന്ന് കയറി വരുമ്പോഴത്തേക്ക് അവർ അമ്മ ക്ഷണിക്കണം, വാ മോളെ എന്ന് പറഞ്ഞ് ക്ഷണിക്കണം. എന്നിട്ട് എന്നാണ്ട് വിശേഷം എന്ന് പറയുമ്പോൾ ഇല്ലമ്മ അമ്മേനെ കാണാൻ വേണ്ടി വന്നതാണ്, ഒത്തിരി നാളെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര്, നമ്മുടെ ദേവു. അല്ല, അവരുടെ അമ്മയും ദൈവം അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ്ട് വിശേഷം എന്ന് പറയുന്നത് നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു പറയുമ്പോൾ ആഹാരം കഴിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അപ്പം അരുണ് കയറുന്നു. ആഹാരമൊന്നും ചോദ്യം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ അവർ പറയുന്നെങ്കിലും ഞാൻ തന്നെയാണ് ഇവിടെ അമ്മനെ സഹായിക്കുന്നതെന്ന് അരുൺ എടുത്ത് പറയുവാണ്. അപ്പോൾ പറയണേ അമ്മേ ആഹാരം തക്ക സമയത്ത് കഴിക്കണം, വയ്യാണ്ടൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാ നോക്കാനുള്ളത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനിപ്പം നിങ്ങളുടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ മോളെ, നിങ്ങളുടെ കല്യാണം നടക്കാൻ വേണ്ടിയല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്താ ഇപ്പം താമസിപ്പിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതി ചോദിക്കുകയാണ്. അതായത് ഞാനും അരുണും അത്യാവശ്യം ആൾക്കാരൊക്കെ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വേണ്ട സമയമായിട്ടില്ല, ഞാൻ പറയാം ആ സമയമാകുമ്പോഴത്തേക്ക് വന്നാൽ മതി എന്ന് പറയണം. എന്താണ്ട് നിൻ്റെ ഒരു വാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതും നീ മറക്കരുത് എന്നൊക്കെ പറയാം. ഇല്ലമ്മേ അത് ഓർമ്മയുണ്ട്, എനിക്കറിയാം എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്താണല്ലോ അമ്മയ്ക്ക് മോള് വന്നതല്ലേ ചായ ഇടാന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ഇല്ലമ്മ ഞാൻ ചായ ഇട്ട് തരാം, ഇല്ല മോള് ഇരിക്കും ഞാൻ ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞ് പോവാണ് അകത്തോട്ട്. അപ്പോൾ അരുണ് പറയുവാണ് ഇപ്പം പറഞ്ഞില്ല അമ്മ നീ അമ്മ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ, അത് കല്യാണം നേരത്തെ പെട്ടെന്ന് തന്നെ നടത്താൻ വേണ്ടി തന്നെയാണ് അമ്മയുടെ ആഗ്രഹം, നീ മാത്രമാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഞാൻ തടസ്സമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളില്ലേ അരുണേട്ടാ, ചേട്ടൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ ചേച്ചിയും ചേട്ടനും മറ്റുള്ള ആൾക്കാരെല്ലാം ഇത് സമ്മതിക്കണമെങ്കിൽ വലിയ പാടാണ്. പിന്നെ അവരത് ഒരു പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഇത്തിരി സമയം എടുക്കും. അപ്പോൾ അതിന് എനിക്ക് ഇച്ചിരി ടൈം ഇതാ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ ദേവ് പറയുന്നത്. അപ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചായ കുടിച്ചിട്ട് ദൈവം പറയുവാണ് അന്ന് ഞാൻ പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പോകാൻ ടൈം ആയതുകൊണ്ടാന്ന് പറയുമ്പോഴത്തേക്ക് അല്ല അപ്പം അരുണ് കൊണ്ടുവിടുമെന്ന് പറഞ്ഞാൽ അരുണായിട്ടൊന്ന് കൊണ്ടുവിടണ്ട ഞാൻ പൊക്കോളാം എന്നുള്ള രീതി കൊച്ചു പറയാണ്. അത് ദൈവം പറയാണ് ഇല്ല കൊണ്ടുവിട്ട ഒരു ഓട്ടോ വിളിച്ച് പോകാനുള്ളത് എന്ന് പറയുമ്പോൾ ഇല്ല കൊണ്ടുവിടണം നീ ആണ് അരുണും പറഞ്ഞത് ഞാൻ കൊണ്ടുവിടും, ഞാൻ ബൈക്കിന് പുറകുന്നു. അയ്യോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് വിഷയമായിരുന്നു, വിഷയമൊന്നും ആകത്തില്ല നീ കയറ് എന്നൊക്കെയുള്ള രീതി പറഞ്ഞ് അങ്ങനെ ഒരു രീതി പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അടുത്ത സീൻ കാണിക്കുന്നതാണ് നമ്മുടെ ബാമയുടെ വീട്. ബാമയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാണം എടുത്ത് നടക്കുവാണ്. അതായത് എനിക്ക് ശ്രുതിയായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനിവിടെ വന്ന് കെട്ടിത്തൂങ്ങും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രുതി പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേടിയും കാര്യങ്ങളെല്ലാം നമ്മുടെ ദേവിൻ്റെ നമ്മുടെ ബാമയുടെ അടുത്തേക്കാണ്. അപ്പോൾ പെട്ടെന്ന് ചന്ദ്രമതി അങ്ങോട്ട് കയറി വരുന്നത്. ചന്ദ്രമതി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കയറി വന്നിട്ട് ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇവിടെ ശ്രുതി വന്നോന്നിരിക്കുക. അവനെ പെട്ടെന്ന് അടി കൊണ്ടെന്ന് പറയാം ഇല്ല ശ്രുതി വന്നില്ല, ആ കള്ളിപ്പടെ വന്നു കഴിഞ്ഞാൽ കയറ്റിപ്പെടുന്നത്. ഇല്ല ഞാൻ കയറ്റത്തില്ല, കാരണം നിന്നെയും ചതിച്ച് എന്നെയും ചതിച്ച് എല്ലാവരും ചതിച്ച് എത്ര പ്രാവശ്യം ചതിക്കുന്നത്, അവളെ അങ്ങനെ ഇവിടെ കയറ്റുന്നേ എന്ന് പറയുമ്പോൾ അങ്ങനെ വേണം, അവളെ ചതി മാത്രം കൊണ്ട് നടക്കുന്ന പെണ്ണ, അവളെ വീട്ടിൽ കയറ്റി പോരുത് ബാമേ എന്നുള്ള രീതി പറയുമ്പോൾ ഇല്ല ഞാൻ കയറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവളെ ഇനി എൻ്റെ ജീവിതത്തിലും വേണ്ട, എൻ്റെ മോൻ്റെ ജീവിതത്തിലും വേണ്ട, അവളെ കൊണ്ട് പൊറുതി മുട്ടി ഇരിക്കുക, അവൾ ഓരോ കള്ളത്തരം കാണിച്ച് ജീവിതത്തിൽ പൊക്കോണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അപ്പം ഇപ്പം എന്നാ ചെയ്യുന്ന പരിപാടി, അവനെ വേറൊരു പണക്കാരി കൊച്ചിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, അങ്ങനെ കല്യാണം കഴിപ്പിച്ചാൽ മാത്രമേ കുടുംബം രക്ഷപ്പെടുത്തുള്ളൂ, അല്ലാതെ ഒരു രക്ഷയില്ല എന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് അതിന് നിൻ്റെ മോൻ ഓൾറെഡി കല്യാണം കഴിഞ്ഞല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവളറിയാതെ ഇനി കെട്ടിയാൽ മതി, വേറെ കെട്ടിയാൽ മതി, അവളത്ത് പറയുന്നില്ല, അവളറിയാതെ വേറെ കെട്ടിപ്പിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ അത് നടക്കുമോ, അവളെ എങ്ങനെയും അറിയിക്കണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് അവളെ അറിയിക്കുന്ന എന്തിനാ, അവളെ അറിയിച്ചിട്ട് കാര്യം നടക്കത്തില്ല, അവൾ സമ്മതിക്കത്തില്ല എന്ന് ബാമ എടുത്ത് പറയുമ്പോഴത്തേക്ക് അവളെ സംബന്ധിച്ചിട്ട് അല്ലാതെ തന്നെ കേട്ടെ അതിന് പിന്നെ ഡൈവോഴ്സ് വേണം എന്ന് പറയാം, ഡൈവോഴ്സ് വേണം എന്ന് രീതി പറയാണ്. അപ്പം അങ്ങനെ ഡൈവോഴ്സ് ചെയ്യും, അവളെ വിളിച്ച് അതിൻ്റെ വക്കീൽ നോട്ടീസൊക്കെ അയച്ച് പെട്ടെന്ന് തന്നെ ഡൈവോഴ്സ് നടത്താം എന്നുള്ള രീതി പറയുന്നുണ്ട് നമ്മുടെ ബാമയല്ല ചന്ദ്രമതി. അപ്പോൾ ചന്ദ്രമതി അങ്ങനെ പറയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് എന്താണെന്നും ചന്ദ്രമതി സ്വയം പറയുന്നുണ്ട് ഇനി ഇവളുടെ മകന് വേറെ എവിടെ ചെറുക്കനെ പെണ്ണിനെ കിട്ടാനാ, അതും പണക്കാരി പെണ്ണിനെ നോക്കി കെട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, അമ്മയുടെ മക്കളുടെയൊക്കെ ആഗ്രഹം നടക്കുമോ എന്നുള്ള സ്വയം പറയുന്നത്. നീ എന്തിനാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇല്ല ആലോചിക്കുന്നില്ല, ഡൈവോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ മുമ്പോട്ട് പോയാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവള് സമ്മതിക്കത്തില്ല എന്നുള്ള പറയാണ്. എന്താണെങ്കിലും ഒരു കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവളെ കയറ്റരുത്, നീ ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിച്ച ഉളവാക്കരുത്, കാരണം ഇനി ഒരു രീതിയിൽ അവളെ സപ്പോർട്ട് ചെയ്ത് അവൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അടിച്ചിറക്കിയേക്കണം എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുകയാണ് നമ്മുടെ
ഭാമയോട് ചന്ദ്രമതി ശരി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബൈക്കിൻ്റെ പുറകെ പൊക്കോണ്ടിരിക്കുക ആരും നമ്മുടെ ദേവ് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രേവതി കാണും. രേവതി കണ്ടിട്ട് ഇത് ദേവു അല്ലേ, എന്താ ദേവ് ഈ ഒരാൾ പുറകെ ബാക്കിൽ ഇരുന്ന് പോകുന്നത് എന്നിട്ട് ഇത് അപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് കാര്യം കാണാൻ പറ്റി. അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് ശരി ആയിക്കോട്ടെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാണ് രേവതി ഇതെന്താണെന്ന് നോക്കിയിട്ട് വീഡിയോ വരെ പോയേക്കാം എന്നുള്ള രീതിയിൽ രേവതി വണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ അടുത്ത കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് ഈ ബൈക്ക് പോകുന്നതിൻ്റെ അടുത്ത ആ ഭാഗത്തോടെ തന്നെ നമ്മുടെ സച്ചി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. സച്ചി ഒരു ഓട്ടം പൊക്കോണ്ടിരിക്കുകയാണ്. കാരണം ചേട്ടാ ഓട്ടോ ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ള കസ്റ്റമർ ചോദിക്കും. കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയാണ് സച്ചി പറഞ്ഞു. അപ്പം നീ എവിടെ ഇറങ്ങാനുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത് ഇറങ്ങാനെന്ന് പറഞ്ഞു. ശരി ശരി എന്ന് പറഞ്ഞു ഞാൻ പൊക്കൊണ്ട്. അപ്പം ഇതിൻ്റെ ബാക്കിലായിട്ട് കാണിക്കുന്നുണ്ട് രേവതി സച്ചിയുടെ ബാക്കിലൊരു ബൈക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി കാണുമോ കാണാതിരിക്കുന്നത്, അത് മറ്റേ പോലീസുകാരനെ മാത്രം കാണുന്നുള്ളൂ. അതിൻ്റെ ബാക്കിലിരിക്കുന്ന ദേവുവിനെ കാണുന്നില്ല. അത് കഴിഞ്ഞുകൊണ്ട് ചേട്ടാ തന്നെ അങ്ങോട്ട് വണ്ടി നിർത്തിക്കോളെന്ന് കസ്റ്റമർ പറയുമ്പോഴത്തേക്ക് ശരിയെന്ന് പറഞ്ഞ് വണ്ടി നിർത്തുകയാണ്. സൈഡിൽ നിർത്തി വണ്ടി നിർത്തുമ്പോഴത്തേക്ക് അപ്പം ഇതിൻ്റെ മുമ്പായിട്ട് ദേവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അരുണേട്ടാ നിങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാം ഫോളോ ചെയ്യുന്ന ആളാണ്. അതെ അതിനിപ്പോൾ എന്നെ ഒന്ന് അല്ലേ, ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അയ്യോ നീ ഹെൽമെറ്റ് വെച്ചിട്ടില്ലയോ, അത് പണിയാവുമല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ദേവുവിനെ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി കൊണ്ടുവന്ന് നോക്കുകയാണ്. അപ്പം നേരെ ഓപ്പോസിറ്റ്, അതായത് സച്ചി വണ്ടി നിർത്തിയതിൻ്റെ ഓപ്പോസിറ്റ് വണ്ടി നിർത്തിയിട്ട് നീ എന്താണെങ്കിലും ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഓട്ടോ വിളിച്ച് പോകും, നമുക്ക് ഓട്ടോ വിളിച്ച് പോകാം. നമുക്ക് വേണ്ട, ഞാൻ പൊക്കോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മറ്റേ ഓപ്പോസിറ്റ് കസ്റ്റമറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചി. ശരി കാശൊക്കെ മേടിച്ചിട്ട് അല്ലെങ്കിൽ പൊക്കോന്ന് പറഞ്ഞ് വിടുവാണ്. ആ സമയത്ത് മറ്റേ വണ്ടി എടുത്തുകൊണ്ട്, അത് ബൈക്ക് എടുത്തുകൊണ്ട് മറ്റേ അരുണും പോയി കഴിയുമ്പോഴത്തേക്ക് സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി തിരിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ദേവുവിനെ കാണുമ്പോഴത്തേക്ക് ദേവു എന്നൊക്കെ വിളിക്കുന്നു. അയ്യോ സച്ചിയേട്ടൻ കണ്ടു കാണുമോ, പെട്ടെന്ന് ഞെട്ടിട്ട് സച്ചിയേട്ടൻ കണ്ടു കാണുമോ എന്നുള്ളൊരു തോന്നൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് ദേവു അടുത്ത് വന്നിട്ട് എന്നാ സച്ചേട്ടാ ചോദിക്കുക, നീ എന്നെ ഇവിടെ നിൽക്കുക. അതെ ഇവിടെ എൻ്റെ ഹോസ്പിറ്റലിൽ വരെ എന്ന് പറയുമ്പോഴത്തേക്ക് ആണോ, നീ എങ്ങോട്ടാ ഇനി വീട്ടിലോട്ട്, അല്ല വണ്ടി കയറ് ഞാൻ കൊണ്ടാക്കുന്നു. അല്ല വേണ്ട സച്ചേട്ടൻ പൊക്കോ കാരണം ഞാൻ വണ്ടി വിളിച്ചോ, നീ എന്തിനാ ഓട്ടോ കാശൊക്കെ കളയുന്നത്, ഇങ്ങോട്ട് കയറുന്ന പറഞ്ഞു. അല്ല അത് ഹോസ്പിറ്റലുകാരുടെ കാര്യത്തിന് വേണ്ടി വന്നല്ലേ, ആ കാശ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി അവരുടെ ആവശ്യത്തിന് വേണ്ടി വന്നല്ലേ, നമുക്ക് ഞാൻ ഓട്ടോ പിടിച്ച് പൊക്കോളാം എന്ന് വേണ്ടി. അങ്ങനെയാണോ ശരിയെന്ന് പറയുന്നത്. അങ്ങനെ നേരെ അപ്പോൾ അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ ശരത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുസ്തകം ഇങ്ങനെ തുറന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി അമ്മ ഇറങ്ങി കടയിൽ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മ കഴിച്ചോന്ന് ചോദിച്ചു. ഇല്ല മോനെ കഴിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം ദേവ് പെട്ടെന്ന് കയറി വരും. ദേവ് കിട്ടുന്നുണ്ടെന്ന് അമ്മയെ പോകാനിരിക്കും. പോകാൻ ഇറങ്ങി മോളെ എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ എല്ലാം കഴിച്ചോ, അത് എന്ന് പറയുമ്പോഴത്തേക്ക് കഴിച്ചില്ലല്ലേ, കഴിപ്പിക്കുന്ന ഉടനെ ശരത്തും പറഞ്ഞു കഴിച്ചില്ല ചേച്ചി എന്ന് പറയുന്നത്. വാടാ എന്ന് പറഞ്ഞ് നേരെ പോവാണ്. അമ്മയ്ക്ക് വിളമ്പി എടുത്തിട്ട് അമ്മയ്ക്ക് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വാരി കൊടുത്തുമ്പോൾ നമ്മുടെ രേവതി അങ്ങോട്ട് ഇടുന്നത്. എന്നാടുക്കും എല്ലാവരും എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വാരി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് എത്ര നാൾ വാരി കൊടുക്കും എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് അതെ അമ്മയ്ക്ക് തിരക്കായതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല മോളെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതേ ചേച്ചി മിക്ക ദിവസം തിരക്കുള്ള ദിവസം അമ്മ കഴിക്കാതെയാണ് പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ആരാ കഴിക്കുന്നതൊക്കെ എനിക്ക് ഇത്ര വിളമ്പി തരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അതിനിപ്പം ഞാനൊരു പെണ്ണ് കെട്ടിയാൽ പോരെ എന്നുള്ള ഇത് ശരത്ത് പറയുവാണ്. അത് കൊള്ളാം എന്നുള്ള ഇത് പറഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനിരിക്കുമ്പോഴത്തേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, നീ അങ്ങനെ പെട്ടെന്നൊന്നും കഴിക്കണ്ട കേട്ടോ, ഞങ്ങൾ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള രീതി പറയുവാണ് നമ്മുടെ രേവതി ശരത്തിനോട്. അതിങ്ങനെ മോളെ ഒരു കാര്യം ചോദിക്കാനുണ്ട്, നീ 6 ബൈക്കിന് പുറകെ പോയതോ എന്ന് ചോദിക്കും. ഞാനത് കണ്ടായിരുന്നില്ല. അത് ചേച്ചി അത് വേറെ ആരുമില്ല, എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ഫ്രണ്ടൊന്നും അല്ല, കാര്യം പറഞ്ഞു, നീ അത്ര രീതിയിൽ ബന്ധമില്ലാത്ത രീതിയിൽ ഒരാളുടെ വണ്ടി കയറി പോകത്തില്ല. ആരെന്ന് പറഞ്ഞാൽ അത് ആൾക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്ക് നിന്നെ മാത്രമല്ല അല്ല എനിക്കും ആളെ ഇഷ്ടമാണ്, ഞങ്ങൾ കുറച്ച് നാളായിട്ട് പ്രണയത്തിലാണ് ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് ആണോ ശരി ആയിക്കോട്ടെ, ഇത് വീട്ടിലറിയിക്കണ്ടേ, നമുക്കങ്ങനെ ചേട്ടാ ചേച്ചി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞോട്ടെ, കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് വീട്ടിൽ പറഞ്ഞ് അവതരിപ്പിക്കാം എന്നുള്ളത് പറയുകയാണ്. ആണോ ശരി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ് എന്നിട്ട് പറഞ്ഞിട്ട് ചേച്ചി ഇത് സച്ചിയായിട്ടുള്ള വേറെ ആരോടും പറയണ്ട, കുറച്ചാൾ കഴിഞ്ഞ് എല്ലാം ശരിയാക്കിയിട്ട് പറഞ്ഞാൽ മതി, അപ്പോൾ ആളാരെന്ന് കാണിക്കുക. അതെ അത് കല്യാണത്തോടനുബന്ധിച്ച് നിങ്ങളെല്ലാം കണ്ടാൽ മതി എന്ന് പറയുവാണ് രേവതിയോട് ദൈവം പറയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത സീൻ കാണിക്കുമ്പോൾ ചന്ദ്രമതി ഓടി ഒരു വക്കീൽ ഓഫീസിൽ കയറി വേണം. സാറേ പെട്ടെന്ന് കയറി വന്നു. സാറേ എനിക്ക് അത്യാവശ്യം ഒരു ഡൈവേഴ്സ് വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അതെ
ഇത്രയും പ്രായമല്ല നിങ്ങൾക്ക് ഡൈവേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ എനിക്കല്ല സാറേ എൻ്റെ മകനാണ് എന്ന് പറഞ്ഞൊരു സീൻ കൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാൻ വരുന്ന ദിവസങ്ങളിലുള്ള വിശേഷങ്ങളെല്ലാം. ഇനിയിപ്പം നമ്മുടെ ശ്രുതി പൊട്ടിത്തെറിക്കാനിരിക്കുന്നുള്ളൂ ഡൈവോഴ്സ് നോട്ടീസൊക്കെ ചെല്ലുമ്പോഴത്തേക്ക്. അപ്പം കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.